ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേറ്ററ്റിൻ്റെ കാറ്റഗറി 3 പാർട്ടിൻ്റെ സിലബസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ. കാറ്റഗറി 3 പേപ്പർ 3 ആണ്. ഏത് ക്ലാസ്സിലാണ് പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഫോർ ക്ലാസ് 8 to 10 സിലബസാണ്. ലെറ്റ്സ് സീ. കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കേറ്ററ്റ് 2012 റിലീസ് ചെയ്ത സിലബസ് തന്നെയാണ് സ്റ്റിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, കാറ്റഗറി 3 സിലബസാണ് നോക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നോക്കുക. ഫസ്റ്റ് പാർട്ട് 14 മാർക്കാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അഡോളസെൻറ്റ് സൈക്കോളജി, തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നാണ്. സോ അതിൽ നിന്ന് എന്തൊക്കെ വരും നോക്കാം, ഏതൊക്കെ പോർഷൻസ് ആണ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തത് അഡോളസെൻറ്റ് സൈക്കോളജിയിൽ നിന്ന് 10 മാർക്കിനും, തിയറീസ് ഓഫ് ലേണിംഗിൽ നിന്ന് 10 മാർക്കിനും, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും 15 മാർക്കിനാണ് ചോദിക്കുന്നത്. സോ ടോട്ടൽ 14 മാർക്സിനാണ് ഫസ്റ്റത്തെ പാർട്ടിൽ നിന്ന് വരുന്നത്. സൈക്കോളജിയിൽ പോർഷനിൽ നിന്ന് വരുന്നതാണ് 14 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്തത് നോക്കുകയാണെങ്കിൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേക്ക് മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ നമ്മൾ ഓപ്റ്റ് ചെയ്ത് ഏതാണ് ചെയ്യേണ്ടത്. മലയാളമാണെങ്കിൽ എന്താണ്? അവതരണം. ഗദ്യത്തിൽ നിന്നും 5 മാർക്കിനും, പദ്യത്തിൽ നിന്നും 5 മാർക്കിനും, ആശയവിനിമയത്തിന് 10 മാർക്കും, ഭാഷാജ്ഞാനത്തിന് 10 മാർക്കിനാണ് വരുന്നത്. നെക്സ്റ്റ് ഇംഗ്ലീഷിലോട്ട് പോവുകയാണെങ്കിൽ കമ്പാരിഷൻ 10 മാർക്സ്, എലമെൻറ്റ് ഓഫ് ലാംഗ്വേജ് 10 മാർക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 10 മാർക്ക്. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തന്നെ തമിഴ് റീഡിംഗ് കമ്പാരിഷൻ പോയം, എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ. അത് സെയിം തന്നെയാണ് കന്നഡയിലും വരുന്നത്. റീഡിംഗ് കമ്പാരിഷൻ പോയത്തിൽ നിന്നും വരുന്നുണ്ട്, എലമെൻറ്റ് ഓഫ് ലാംഗ്വേജും കമ്മ്യൂണിക്കേഷൻ. ടോട്ടൽ 30 മാർക്സിനാണ് വരുന്നത്. ഇനി നമുക്ക് മെയിൻ സബ്ജക്റ്റിലോട്ട് പോവുകയാണ്. സബ്ജക്ട്സ് ഓഫ് സ്പെസിഫിക് ഏരിയ 80 മാർക്കിനാണ് നമ്മുടെ സബ്ജക്റ്റ് ഏരിയയിൽ നിന്ന് നമുക്ക് വരുന്നത് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഫസ്റ്റത്തെ മലയാളം നോക്കുകയാണെങ്കിൽ മലയാളത്തിൻ്റെ സിലബസാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഭാഷാ പഠനത്തിൻ്റെ ബോധനശാസ്ത്രത്തിൽ നിന്നും 30 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അടുത്ത് ഭാഷാ പഠനത്തിൻ്റെ ഉള്ളടക്കത്തിൽ നിന്നും 50 മാർക്കിന്. നെക്സ്റ്റ് ഇംഗ്ലീഷിലോട്ട് പോവുകയാണെങ്കിൽ എന്താണ്? പെഡോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഫസ്റ്റത്ത് വരുന്നത്. അതിനുശേഷം വരുന്നത് എന്താണ്? കണ്ടൻറ്റ്, കോൺസെപ്റ്റ് ആൻഡ് ഐഡിയാസ്. ഇതിൽ നിന്നും 50 മാർക്കിന്. സോ ഒന്നും കൂടെ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ നിന്നും ആദ്യത്തെ 30 മാർക്സിന് പെഡോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അടുത്തത് എന്താണ്? കണ്ടൻറ്റ്, കോൺസെപ്റ്റ് ആൻഡ് ഐഡിയാസിൽ നിന്നും 50 മാർക്സിനാണ്. അതുപോലെ തന്നെയാണ് തമിഴ്, പെഡോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, കോൺസെപ്റ്റ് ആൻഡ് ഐഡിയാസ്. ഓക്കെ, നെക്സ്റ്റ് കന്നഡയിലോട്ട് പറയുകയാണെങ്കിലും ഇതേ സെയിം തന്നെയാണ്. പെഡോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് 30 മാർക്സിനും, കൺസെപ്റ്റ് ആൻഡ് ഐഡിയാസിൽ നിന്ന് കോണ്ടൻറ്റിൽ നിന്നും എന്താണ് വരുന്നത്? 50 മാർക്കിനാണ് വരുന്നത്. നെക്സ്റ്റ് ഹിന്ദിയിലോട്ട് പോവുകയാണെങ്കിൽ പെഡോളജിക്കൽ ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ്. സോ ഓക്കെ, അതിൽ നിന്നാണ് ടോട്ടലി വരുന്നത്. അതിൽ നിന്ന് എത്ര മാർക്ക്? 30 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ, 80 മാർക്കിനും 30 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസിനാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫിസിക്കൽ സയൻസ് ആണ്. ഫിസിക്കൽ സയൻസിൽ നിന്ന് 80 മാർക്കിന് ടോട്ടൽ ക്വസ്റ്റ്യൻസ്. അതിൽ ആദ്യത്തെ പാർട്ട് ഫിസിക്സ് ആണ്. ഫിസിക്സിൽ നിന്ന് 25 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതിലെന്താ വരുന്നത്? ഫിസിക്സിലെ വേവ് മോഷൻസ്, ലൈറ്റ്, ഫോഴ്സ് ആൻഡ് പ്രഷർ, ഹീറ്റ്, മോഷൻ, ഗ്രാവിറ്റേഷൻസ്, വർക്ക് ആൻഡ് എനർജി, ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, എഫക്റ്റ് ഓഫ് ദ കറണ്ട് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിന്നും ഇലക്ട്രോണിക്സ്. ഇതിൽ നിന്നാണ് ടോട്ടൽ 25 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അടുത്തത് കെമിസ്ട്രി പോർഷൻസിൽ നിന്നാണ് വരുന്നത്. ഫിസിക്സ് ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ചസ്, ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ്, എലമെൻറ്റ്സ് ആൻഡ് മോളിക്യൂൾസ്, മെറ്റൽസ്, സൊല്യൂഷൻസ്, colloids, nature of numbers, separation of mixtures, periodic table and chemical bonding, non-metals, organic compounds, acids and alkylates, gas laws, chemical reaction and mole concept. ഇതിൽ നിന്നാണ് എന്ത് മാർക്ക്? 25 മാർക്സിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? പെഡഗോളജിക്കൽ. ഓക്കെ, പെഡഗോളജിയിൽ നിന്ന് എന്ത് വരുന്നത്? 30 മാർക്സിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നാച്ചുറൽ സയൻസ് ആണ്. നാച്ചുറൽ സയൻസിൽ നിന്ന് 18 മാർക്സിന് ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിലെ പോർഷൻസ് നോക്കുകയാണെങ്കിൽ ലിവിങ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം, മൊറോപ്പോളജി ആൻഡ് അഗ്നോസ്പേം, സെൽ ആൻഡ് സെൽ ഡിവിഷൻ, എറ്റോണമി ഓഫ് പ്ലാന്റ്സ്, ഹ്യൂമൻ സൈക്കോളജി, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, human health and diseases, reproduction in plants, reproduction in angiosperm, transport in plants, mineral nutrition, photosynthesis, respirations of in plants, growth and development, inheritance of variation, molecular base and inheritance, strategy in enhancement of a food production, biotechnology,
പ്രിൻസിപ്പിൾസും ആപ്ലിക്കേഷൻസും, മൈക്രോബിഡ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, ഓർഗാനിസം, പൊല്യൂഷൻ ആൻഡ് എക്കോസിസ്റ്റം, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, ഇവല്യൂഷൻസ്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസെപ്ഷൻസ്. നെക്സ്റ്റ് പെഡോളജിക്കൽ നിന്ന് നോക്കുകയാണെങ്കിൽ യുനെസ്കോയുടെ 4 പില്ലേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ, ബോർഡ് നാഷണൽ ഗോൾ ആൻഡ് ഗോൾ ഓഫ് ടീച്ചിങ് ബയോളജിക്കൽ സയൻസ്. ഓക്കെ, ഇതൊക്കെയാണ് പെഡോളജിക്കൽ നിന്ന് വരുന്നത്. പിന്നെ MC കോർമിക് ആൻഡ് യാക് ടാക്സോണമി ഓഫ് ടീച്ചിങ് സയൻസ് വരുന്നുണ്ട്. നാച്ചർ ഓഫ് സയൻസ്, സയൻസ് കരിക്കുലം, പ്ലാനിംഗ്, ഇൻസ്ട്രക്ഷൻ, മെത്തേഡ് ഓഫ് ടീച്ചിങ് നാച്ചുറൽ സയൻസ്, ഓഡിയോ വിഷ്വൽ എയ്ഡ് ആൻഡ് അതർ സപ്പോർട്ട് മെറ്റീരിയൽസ്, ഇവാലുവേഷൻസ്, ഏജൻസി ഓഫ് എ ക്വാളിറ്റി അഷുറൻസ്. നമ്മൾ എന്തൊക്കെയാണ് SCET, NCERT, SCERT ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. നെക്സ്റ്റ് മാത്തമാറ്റിക്സിൽ പോവുകയാണെങ്കിൽ അരിത്തമാറ്റിക്, അൾജിബ്ര ഉണ്ട്, ട്രിഗ്നോമെട്രി, ജിയോമെട്രി, സ്റ്റാറ്റിക്സ് ആൻഡ് പ്രൊബിഷൻസ്. ഓക്കെ, ഇനി പെഡോളജിക്കൽ ആണെങ്കിൽ നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാത്തമാറ്റിക്സ്, ട്രെൻഡ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ മാത്തമാറ്റിക്സ്, പ്ലേസ് ഇൻ മാത്തമാറ്റിക്സ് ഇൻ എ സെക്കൻഡറി സ്കൂൾ കരിക്കുലം, അപ്രോച്ചസ് ഓഫ് മാത്തമാറ്റിക് ലേണിംഗ്, തിയററ്റിക് ബേസ് ഓഫ് എ ടീച്ചിങ് മാത്തമാറ്റിക്സ്. നെക്സ്റ്റ് മോഡേൺ സ്ട്രാറ്റജി ആൻഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ് മാത്തമാറ്റിക്സ്, teaching, learning material in mathematics, curriculum activity in mathematics learning, evaluation of a student performance. അടുത്തത് സോഷ്യൽ സയൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യൽ സയൻസിൽ നമ്മൾ എന്തൊക്കെ നോക്കുന്നു? ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് പെഡഗോജി. ടോട്ടൽ 80 മാർക്സിനാണ്. ഫസ്റ്റ് 15 മാർക്ക് ഹിസ്റ്ററി പോർഷൻസ് എന്നാണ് വരുന്നത്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് കേരള ഹിസ്റ്ററി നോക്കണം, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഇതിൽ നിന്നുമാണ് 15 ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ജോഗ്രഫിയിലോട്ട് പോവുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയർ, ലിതോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, മോഡേൺ ടെക്നിക്സ് ഇൻ ജോഗ്രഫി, കണ്ടൻറ്റ് ഇൻ ദ വേൾഡ്, ഇന്ത്യ, മാപ്പ് ആൻഡ് മാപ്പ് സ്റ്റഡീസ്. എക്കണോമിക്സിൽ പോവുകയാണെങ്കിൽ 10 മാർക്സിനാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, സെക്ടർ ഓഫ് എക്കണോമിക് ഇഷ്യൂസ് ആൻഡ് ചേഞ്ചസ് ഇന്ത്യ ആൻഡ് കേരളയിൽ വന്നത്, എക്കണോമിക് സിസ്റ്റം ആൻഡ് സ്റ്റേറ്റ് ഫിനാൻസ്, മണി ആൻഡ് ഫിസിക്കൽ സിസ്റ്റം, ഗ്ലോബലൈസേഷൻ. പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് ഡെമോക്രസി, ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ, ഹ്യൂമൻ റൈറ്റ്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. പെഡോളജിക്കലാണെങ്കിൽ എന്തൊക്കെയാണ്? മീനിങ്, നാച്ചർ, സ്കോപ്പ്, ഇമ്പോർട്ടൻസ് ഓഫ് എ കോറിലേഷൻ, നാഷണൽ ഗോൾ, എയിം, ഒബ്ജക്റ്റിവിറ്റി, വാല്യൂസ് ആൻഡ് ഇൻസ്ട്രക്ഷൻ, ടാക്സോണമി നോക്കണം. പെഡോളജിക്കൽ അനലൈസ് ഒബ്ജക്റ്റിവിറ്റീസ് ആൻഡ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിമിനിഷൻ, പ്ലാനിംഗ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ഓഫ് പ്രിൻസിപ്പിൾ, മെത്തേഡ് ഓഫ് അപ്രോച്ചസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ട്രഡീഷണൽ VS മോഡേൺ. ഓക്കെ, ഇൻട്രസ്റ്റേഷൻ സ്ട്രാറ്റജി, ക്രിറ്റിസിസം ഓഫ് എ സെലക്ഷൻസ്, കാറ്റഗറീസ് ഓഫ് എ പ്രിൻസിപ്പിൾ, കാറ്റഗറീസ് ഓഫ് എലമെൻറ്റ്സ്, ഫാമിലീസ് ഓഫ് എ മോഡൽസ് ഓഫ് ടീച്ചിങ്, കരിക്കുലം, മോഡേൺ ട്രെൻഡ്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ, അപ്രോച്ചസ്, ലേണിംഗ് റിസോഴ്സ് ആൻഡ് co-curricular activity in learning, learners need to types of learning and basic requirements of elements, process skills, precautions of a student skill, evaluations, social science teacher ടെക്സ്റ്റിൽ നിന്ന് ക്വാളിറ്റീസ്, ക്വാളിഫിക്കേഷൻസ് ആൻഡ് പ്രൊഫഷണലിസം. ഇതൊക്കെയാണ് നമ്മൾ പെഡോളജിക്കൽ നിന്ന് നോക്കേണ്ടത്. സോ ടോട്ടൽ 30 മാർക്സിനാണ് പെഡോളജിക്കൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതെന്താണ് നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എന്താ പറയുക, ഓർമ്മിക്കേണ്ട ദിവസങ്ങളാണിത് കേട്ടോ. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാൻ കേട്ടിട്ട് ഓൺലൈനിൽ കൂടെ രജിസ്റ്റർ ചെയ്യാൻ ആരംഭിക്കുന്ന തീയതി 3/4/2023. ഓൺലൈനിൽ അപേക്ഷിക്കേണ്ട ഫീസിന് അടയ്ക്കാനുള്ള തീയതി 17/4/2023. ഓക്കെ, അവസാന തീയതിയാണ് 17/4. നമ്മൾ ഓർക്കുക, 3-ാം തീയതി അപേക്ഷ സ്റ്റാർട്ട് ചെയ്യും, 17-ാം തീയതി ഇറ്റ്സ് ക്ലോസ് ചെയ്യും. ഓക്കെ, ഇനി പരീക്ഷ നടക്കുന്ന എപ്പോഴാണ്? കാറ്റഗറി 1, കാറ്റഗറി 2 വെള്ളിയാഴ്ചയാണ് 12/5/2023 ഫ്രൈഡേ. കാറ്റഗറി ഫസ്റ്റ് ആണെങ്കിൽ രാവിലെ സമയം 10 AM to 12:30 PM. കാറ്റഗറി 2 ആണെങ്കിൽ 2 PM to 4:30 PM ആണ്. നെക്സ്റ്റ് കാറ്റഗറി 3ഉം 4ഉം 15/5/2023 ആണ്. 15/5/2023 മൺഡേ ആണ്. 10 AM to 12:30 PM വരെയാണ് കാറ്റഗറി 3. കാറ്റഗറി 4 ആണെങ്കിൽ 2 PM to 4:30 PM വരെയാണ്. സോ ഓൾ ദ ബെസ്റ്റ്. ഈ ടൈം കേട്ടിട്ട് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. So thank you. Thanks for watching my video. Please like, share and subscribe my channel. Thank you.